നമസ്കാരം. എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം സർവൈക്കൽ റാഡിക്കുലോപ്പതിയെ പറ്റിയാണ്. കഴുത്തിൽ നിന്നും കൈയിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന വേദനയെ പറ്റിയാണ് ഇന്ന് വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. രോഗികൾ സ്വാഭാവികമായിട്ടും OPDയിലേക്ക് വരുമ്പോൾ ഒരു പ്രധാനമായിട്ട് പറയുന്നൊരു പ്രശ്നം ശക്തമായി കഴുത്തിൽ നിന്നും കൈയിലേക്ക് ഉണ്ടാകുന്ന വേദനയും അതുപോലെ തന്നെ കയ്യിലേക്ക് ഉണ്ടാകുന്ന സൂചി കുത്തുന്ന പോലുള്ള പ്രശ്നങ്ങൾ, പെരുപ്പും അതുപോലെ തന്നെ കാലക്രമത്തിൽ പേശികൾക്കുണ്ടാകുന്ന ശോഷിപ്പും അതേപോലെ ഷോൾഡറിലും അതേപോലെ തന്നെ ആംസിലും ഒക്കെയുള്ള പേശികൾക്കുണ്ടാകുന്ന ശോഷിപ്പും ഒക്കെയാണ് ഒരു പ്രധാന ലക്ഷണമായിട്ട് കാണുന്നത്. ഈ ഒരു പ്രശ്നത്തിൻ്റെ കാരണങ്ങൾ പ്രധാനമായിട്ടും സർവൈക്കൽ ഏരിയയിലുള്ള ഡിസ്ക് ബൾജ് ഒരു പ്രധാന കാരണമാണ്. അതുപോലെ തന്നെ ആർത്രൈറ്റിസ് ഒരു പ്രധാന കാരണമാണ്. അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ഷിവറിങ് കൂടുതലുള്ള ലേബർ ജോലി ചെയ്യുന്ന ആൾക്കാർ, അതേപോലെ തന്നെ ഷിവറിങ് കൂടുതലുള്ള വാഹനങ്ങൾ ഓടിക്കുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. ചെറുപ്പക്കാർ കൂടുതലും OPDയിലേക്ക് വരുന്നത് പ്രധാനമായിട്ടും ഈ പറഞ്ഞൊരു ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾ മൂലമാണ്. ഇനി നമുക്ക് സർവൈക്കൽ റെഡിക്കുലോപ്പതി ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഒന്നുകൂടി വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ, ഇതൊരു വെർട്ടിബ്രയുടെ ഒരു മോഡലാണ്. ഇതിപ്പോൾ ഒരു ലംബാർ വെർട്ടിബ്രയുടെ മോഡലാണ്. ഇതേപോലെ തന്നെയാണ് സർവൈക്കൽ വെർട്ടിബ്രയും വരുന്നത്. അപ്പം രണ്ട് വെർട്ടിബ്രയ്ക്കിടയിൽ ഡിസ്ക് ഉണ്ട്. അപ്പോൾ ഈ ഡിസ്ക് സ്വാഭാവികമായിട്ട് ഒരു പൊട്ടി വെളിയിലേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞ ഇൻ്റർ വെർട്ടിബ്രൽ ഫൊറാമൻ എന്ന് പറഞ്ഞ ഈ ഒരു സ്പേസ് ഉണ്ട്. ഈ സ്പേസിൽ സ്വാഭാവികമായിട്ടും ആ ഡിസ്കിൻ്റെ തള്ളൽ കൂടുതൽ വരുമ്പോഴത്തേക്ക് നെർവിന് കംപ്രഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ ഒരു വേദനകൾക്കൊരു പ്രധാന കാരണമാണ്. അതേപോലെ തന്നെ ആർത്രൈറ്റിസ് ഒരു പ്രധാന പ്രശ്നമാണ്. ഏജ് സംബന്ധമായിട്ട് ആർത്രൈറ്റിസ് ബാധിച്ചു കഴിയുമ്പോഴത്തേക്ക് കാലക്രമത്തിൽ ഈ ഡിസ്ക് ഡീഹൈഡ്രേഷന് കാരണം അല്ലെങ്കിൽ ഡിസ്ക് ശോഷിപ്പിന് കാരണമായി ഡിസ്ക് ചുരുങ്ങി വരികയൊക്കെ ചെയ്യും. അതിൻ്റെ സ്വാഭാവികമായിട്ട് വേണ്ട സൈസിൽ നിന്ന് ചുരുങ്ങി വരുമ്പോഴത്തേക്ക് നട്ടലിലുള്ള അലൈൻമെൻറ്റ് വ്യത്യാസം വരും, ഫാസൽ ജോയിൻറ്റിലുള്ള അലൈൻമെൻറ്റിലൊക്കെ വ്യത്യാസം വരും. അതിനനുസൃതമായിട്ട് ഈ ഇൻ്റർവെർട്ടിബ്രൽ ഫൊറാമൻ ചുരുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതും ഈ പറഞ്ഞ ഒരു നെർവ് ഇംപിഡ്ജ്മെൻറ്റിൻ്റെ ഒരു പ്രധാന കാരണമാണ്. അതേപോലെ തന്നെ ഈ ഒരു സ്ട്രെസ് മൂലം എല്ലുകൾ ഈ പറഞ്ഞ വെർട്ടിബ്രയെ തമ്മിലുള്ള സ്ട്രെസ് മൂലം ഓസ്റ്റിയോഫൈസിനുള്ള സാധ്യതയുണ്ട്. ഈ ഓസ്റ്റിയോഫൈസും കാലക്രമത്തിൽ ഈ പറഞ്ഞ ഇൻ്റർവെർട്ടിബ്രൽ ഫൊറാമൻ സ്പേസ് കുറയുകയും ഈ പറഞ്ഞ നെർവ് ഇംപിഡ്ജ്മെൻറ്റിൻ്റെ പ്രധാന കാരണമായി തീരുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ട്രാൻസ്വേഴ്സ് ലിഗമെൻറ്റ്സ് ഉണ്ട്. ഈ ലിഗമെൻറ്റ്സിൻ്റെ ഹൈപ്പർട്രോഫിയും ഒക്കെ ഈ പറഞ്ഞ നെർവിൻ്റെ റൂട്ടിന് തടസ്സം ഉണ്ടാക്കാനുള്ള കാരണങ്ങളാണ്. ആയുർവേദത്തിൽ വിശ്വാജി എന്ന രോഗമായിട്ടാണ് ഈ ഒരു സർവൈക്കൽ റാഡിക്കുലോപ്പതിയെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു സിംറ്റമായിട്ട് പ്രധാനമായിട്ടുള്ള നീരും അതേപോലെ തന്നെ വേദനയൊക്കെയാണ്. ആദ്യഘട്ടത്തിൽ നീരും വേദനയും മാറാൻ വേണ്ടിയുള്ള ചികിത്സകളാണ് ആയുർവേദത്തിൽ ചെയ്തു വരുന്നത്. പിന്നീട് നേരത്തെ പറഞ്ഞ ഓരോ പ്രശ്നങ്ങൾ, ഡിസ്ക് ബൾജ് ആണെങ്കിലോ അതല്ലെങ്കിൽ ഓസ്റ്റിയോഫൈസ് പോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ലിഗമെൻറ്റിൻ്റെ ഹൈപ്പർട്രോഫി, ഇത് ഓരോ കാര്യങ്ങളും കൃത്യമായി അസസ് ചെയ്ത് അതനുസൃതമായിട്ടുള്ള ചികിത്സകളും നെർവിന് നറിഷ്മെൻറ്റിന് വേണ്ടിയുള്ള ചികിത്സകളും ഒക്കെ ഇതിന് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ആയുർവേദത്തിൽ തീർച്ചയായും സർവൈക്കൽ റാഡിക്കുലോപ്പതിക്ക് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഈ ഒരു അറിവിലേക്കാണ് ഇന്ന് വീഡിയോ ചെയ്തത്. നന്ദി, നമസ്കാരം.